ഇപ്പൊ ഈ ചെറുപ്പക്കാരുടെ തലമുറ എടുക്കാനാണെങ്കിൽ ഇപ്പോഴും അമ്മമാര് പെണ്ണ് കയറി വരുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണ്, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോടി കൊച്ചേ? ഓപ്പോസിറ്റ് മെയിൽസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളോട് നിനക്ക് ജോലിയുണ്ടോ, തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും അപ്പൊ അവിടെ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എക്സ്പെക്ടേഷൻ സെറ്റ് അതെ, ജോബ്സ്. അതെ. ഇത് പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ എന്നുള്ള ചോദ്യമൊക്കെ പലപ്പോഴും നമ്മളുടെ ഡിസ്കഷൻസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളിലൊക്കെ അത് ഭയങ്കരമായൊരു പെണ്ണാണോ പിന്നെ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ പെണ്ണ് മാത്രമാണോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്ന രൂപത്തിലുള്ളൊരു ഡിസ്കഷനായി ഇത് വരാറുണ്ട്. പക്ഷേ അവിടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു 24 ന്യൂസിലുള്ള തമ്മിൽ പ്രോഗ്രാമിൽ അവിടെ തിരിച്ചുന്നയിക്കപ്പെട്ട ആ ഒരു ചോദ്യം പലപ്പോഴും നമ്മളത് മിസ് ഔട്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നത് ഒരു മോശം കാര്യമായിട്ട് അല്ലെങ്കിൽ അത് പാടില്ലാത്തൊരു കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചൊരു ചോദ്യമുണ്ട്. പലപ്പോഴും വിവാഹത്തിൽ തന്നെ തിരിച്ചുള്ളൊരു എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ഉണ്ട്. അതായത് പുരുഷൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരുഷൻ എത്രയുണ്ട് ശമ്പളം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥം അല്ലേ, ഇതിനൊക്കെ ഇതുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ ഉള്ളൂ എന്ന രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചൊരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണനാ വിധേയമാകേണ്ടതുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് പെൺകുട്ടിയുടെ പിന്നെ ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാം, അല്ലെങ്കിൽ അത് ഒരു എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ഒരു പ്രശ്നമാണെങ്കിൽ തിരിച്ച് ഇവിടെയും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ പോരെ, എന്തിനാണ് അയാളുടെ ശമ്പളം അറിയുന്നത്, എന്തിനാണ് അയാളുടെ ജോലി അറിയുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പറയും അത് അങ്ങനെയല്ല, അവിടെ ചില കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ പറയൂലേ. ആ ഒരു കാര്യമാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ബാക്കി കേൾക്കാം. ഭാഗ്യം എല്ലാവർക്കും ഭക്ഷണം കഴിക്കേണ്ടതാണ്, അത് പുരുഷനും സ്ത്രീക്കും ഒക്കെ ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളുടെയാണ് കേറി ജോലിക്ക് പോകാനും പ്രൊവൈഡ് ചെയ്യാനും എല്ലാവർക്കും പറ്റും എന്ന് വെച്ച് ഭർത്താവിനെ ചൂസ് ചെയ്യുമ്പോ ഇപ്പൊ മാട്രിമോണി തന്നെ നേരത്തെ എടുത്തല്ലോ, 4 ലക്ഷം ശമ്പളമുള്ള പെണ്ണ് 40 ലക്ഷം 4 കോടി ശമ്പളമുള്ള പുരുഷനെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അവരെന്തുകൊണ്ടാണ് തനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുത്തിനെ സെലക്ട് ചെയ്യുന്നോണ്ടല്ലേ. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇത് നമ്മൾ പറയുന്നത് ഇതൊരു പ്രശ്നമായിട്ടല്ല. സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അവർ വിവാഹം അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്ണറിനെ തേടുമ്പോൾ അവരെക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു സോഷ്യൽ പൊസിഷനുള്ള അല്ലെങ്കിൽ സാലറി ഉള്ളവരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഹൈപ്പർഗമി എന്നൊക്കെ നമ്മൾ പറയും. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നമല്ല, അത് മനുഷ്യൻ നാച്ചുറലി അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ പ്രശ്നവൽക്കരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അത് പ്രശ്നം, അല്ലെങ്കിൽ എന്ത് എക്സ്പെക്ടേഷൻ വെച്ചാലും അതൊരു പ്രശ്നം, അല്ലെങ്കിൽ കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തിൽ കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം പാചകം ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്ത്രീ മാത്രം ചെയ്യേണ്ടതാണ്, പുരുഷൻ മാത്രം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലല്ല. മറിച്ച് പൊതുവിൽ നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ നോം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പാടേ പ്രശ്നവൽക്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറുഭാഗത്തും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇഫ് യു ആർ പിന്നെ പ്രോബ്ലമറ്റൈസിങ് ദിസ്, ഇത് നിങ്ങൾ പ്രോബ്ലമറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും പാടില്ല, എല്ലാം കംപ്ലീറ്റ്ലി ഈക്വൽ ആണ് എന്ന ഒരു പ്രിമൈസിലാണ് നിങ്ങൾ ഈ പറഞ്ഞ മാരേജ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതിനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതായത് പുരുഷനും സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവളേക്കാൾ കൂടുതൽ സാലറിയുള്ള അല്ലെങ്കിൽ അവളേക്കാൾ കൂടുതൽ പൊസിഷനുള്ള ഒരു പുരുഷനെ ആഗ്രഹിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് തുല്യതയാണ് മാരേജിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ തുല്യതയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുല്യരായ പങ്കാളികളെ കൂടി തിരഞ്ഞെടുക്കണം. നിങ്ങളൊരു ഏകദേശം ഒരു 5 ലക്ഷം സാലറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം സാലറി ഉള്ളവരെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിച്ച് നോക്കിയെടുക്കുക. അവിടെ തുല്യത വേണം. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെക്കാൾ ഹയർ ആയിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ പൊസിഷനോ ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. അവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ദേ വിൽ പ്രൊവൈഡ് യു അല്ലേ, അവർ നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, വെക്കുകയാണ്. തിരിച്ചൊരു എക്സ്പെക്ടേഷനും പാടില്ല എന്ന് പറയുന്നിടത്ത് കാര്യമായ പ്രശ്നമുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിനൊന്നും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ തങ്ങളെക്കാൾ കൂടുതൽ ഉള്ള ഒരു പൊസിഷനുള്ള ആളുകളെ തേടുക എന്ന് പറയുന്നതോ അങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, ഈ ഹൈപ്പർഗമി എന്ന് പറയുന്നത് മനുഷ്യനിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അടക്കമുണ്ട് നമ്മുടെ പിന്നെ ചാനലിൽ തന്നെ. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ നാച്ചുറലാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു തുല്യത എന്നുള്ള പ്രതലത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും ശരിയാവില്ല. കാരണം മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയല്ല. അവിടെ കാരണം എന്താ വെച്ചാൽ പുരുഷനൊരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, ചില ഉത്തരവാദിത്തങ്ങൾ പുരുഷൻ ഒരിക്കലും ബയോളജിക്കലി ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ ഫീഡിങ്, മിൽക്ക് ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസി, ഈ ഗർഭധാരണവും അതുപോലെ തന്നെ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് പുരുഷന് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്ത്രീ ഓൾറെഡി അമിതമായി ചെയ്യുന്നുണ്ട്.
അങ്ങനെ അമിതമായി സ്ത്രീ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രൊവൈഡ് ചെയ്യുക, കുടുംബത്തിന് വേണ്ടി ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം പുരുഷൻ അത് ഏറ്റെടുക്കണം. അവിടെ നമ്മൾ ഇക്വാളിറ്റി കൊണ്ടുവരരുത്. ഇക്വാളിറ്റി കൊണ്ടുവന്നാൽ സംഭവിക്കുക എന്താ വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യണമെന്നാവും. അങ്ങനെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശരിയാണ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ഇക്വാളിറ്റി ഉണ്ട്, ശരിയാണ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈക്വലായി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ അനീതിയുണ്ട്, ഇൻജസ്റ്റിസ് ഉണ്ട്. ഇക്വാളിറ്റി ഉണ്ട്, ബട്ട് ദർ ഈസ് ഇൻജസ്റ്റിസ്. കാരണം എന്താ, ഫിനാൻഷ്യലി രണ്ടുപേരും 50-50 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബോവ് ദാറ്റ് സ്ത്രീ എന്ത് ചെയ്യുന്നു, അമിതമായ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നു. അപ്പോൾ സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും പുരുഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കുറവുമാകും. ഇത് ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇക്വാലിറ്റിയുടെ പ്രതലത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതുപോലെ എടുക്കേണ്ടി വരും. ഫിനാൻഷ്യലി രണ്ടുപേരും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യണമെന്നാവും. അത് സ്ത്രീയോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണ്. കാരണം എന്താ, സ്ത്രീ ഓൾറെഡി ചില അമിത ഉത്തരവാദിത്തങ്ങൾ ബയോളജിക്കലി പുരുഷന് പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ശരിയാണ്. ചില റീലുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഈ ഫെമിനിസ്റ്റ് ഭാഗത്തു നിന്നുള്ള കുറച്ച് ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇക്വാളിറ്റി മാത്രം മതി. അങ്ങനെയാകുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഇക്വാളിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരും. എല്ലാ സ്ഥലത്തും ഇക്വാളിറ്റി അപ്ലൈ ചെയ്താൽ ഇതായിരിക്കും സംഭവിക്കുക. ഈ തുല്യമായ നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ തുല്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായ ഉത്തരവാദിത്തങ്ങൾ വരും. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, സ്ത്രീയെയും പുരുഷനെയും വ്യത്യസ്തമായ പ്രകൃതത്തോടു കൂടിയാണ് ദൈവം തമ്പുരാൻ പഠിച്ചിട്ടുള്ളത്. ഇതൊരു റിയാലിറ്റിയാണ്. നമ്മൾ എത്ര തന്നെ ഇക്വാളിറ്റി പറഞ്ഞുകൊണ്ട് കണ്ണടക്കാൻ ശ്രമിച്ചാലും ഇറ്റ്സ് എ റിയാലിറ്റി. ആണും പെണ്ണും വ്യത്യസ്തരാണെന്നുള്ളത്. ആ ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന കാര്യം അക്നോളജ് ചെയ്തുകൊണ്ട് അവിടെ വളരെ ജസ്റ്റായിക്കൊണ്ട് വളരെ നീതിപൂർവമായി കൊണ്ടായിരിക്കണം ആ ജെൻഡർ റോളുകൾ ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത്. അവിടെ ഇക്വാളിറ്റി എന്നുള്ളത് മാത്രമായിരിക്കരുത് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇക്വാലിറ്റി മാത്രം അടിസ്ഥാനമായാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആണിൻ്റെ പ്രകൃതത്തിന് പറ്റിയത് എന്താണ്, പ്രൊവൈഡ് ചെയ്യുക, കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി കൂടുതൽ പോസിബിൾ ആകുന്നത് പുരുഷനാണ്. അപ്പോൾ അത് ആയിരിക്കണം പുരുഷന് അത് സ്ത്രീക്കൊരിക്കലും പുരുഷനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട്, അത് സ്ത്രീ ചെയ്യട്ടെ. അപ്പോൾ ഇതിനർത്ഥം സ്ത്രീ ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല എന്നൊന്നുമല്ല, മറിച്ച് അടിസ്ഥാനപരമായി കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പുരുഷനായിരിക്കണം. സ്ത്രീ അത് ചെയ്യുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ സ്ത്രീക്ക് അത് പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതേപോലെ തന്നെയാണ് ഗർഭധാരണവും മുലയൂട്ടലൊന്നും ഒരിക്കലും പുരുഷന് പറ്റൂല, അത് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് സ്ത്രീ ചെയ്യട്ടെ. അപ്പം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, ഇപ്പം പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ, അതിലൊക്കെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഓരോ ഫാമിലിക്കും അതിൻ്റേതായ ചില രീതികൾ. ഇപ്പോൾ പുരുഷൻ ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ പുറത്തു പോയി ജോലി ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്, വീട്ടിലെ ജോലികൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ രണ്ടുപേരും ഒരുപോലെ ജോലിക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഡിവിഷൻസ് ആവശ്യമായിട്ട് വരും. അതൊക്കെ ഓരോ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ യുക്തിപരമായി എടുക്കേണ്ടുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ചില തീരുമാനങ്ങളുമാണ്. അതിനൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കണ്ടിട്ട് 2 പാത്രം ഞാൻ കഴുകുക 2 പാത്രം നീ കഴുകുക എന്ന് പറയുന്നൊരു സംഭവം അവിടെ നടക്കില്ല. ജോലിയുടെ പ്രകൃതം എങ്ങനെയാണ്, രണ്ടു കൂട്ടരുടെയും ജീവിത രീതി എങ്ങനെയാണ്, ജോലിക്ക് പോകുന്ന സമയം എങ്ങനെയാണ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ ആ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ അക്നോളജ് ചെയ്യാതെയുള്ള കണ്ണടച്ചുകൊണ്ടുള്ള ഈക്വാലിറ്റി പറച്ചിൽ പലപ്പോഴും നേരെ തിരിച്ച് സ്ത്രീകൾക്ക് നേരെ തിരിച്ചു വരുന്ന, സ്ത്രീകളെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഇത്തരം കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടി യുക്തിപരമായും കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയും നമ്മൾ കാണുക. അന്ധമായ ഈ ഫെമിനിസ്റ്റ് നറേറ്റീവുകളുടെ പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.